എരപ്പാളി, എടാ നടക്കാൻ വയ്യാത്ത കാര്യങ്ങൾ ഏറി ഏക്കരുത്. പറയുന്ന പറച്ചിൽ കേട്ടപ്പോ ഞാൻ വിചാരിച്ച അത്ര ഇൻഫ്ലുവൻസ് എനിക്ക് ഈ സ്ഥലത്തില്ലെന്ന് ഇപ്പോഴല്ലേ മനസ്സിലായത്. ഞാൻ എന്ത് ചെയ്യണം ചേട്ടാ? ഏതായാലും നനഞ്ഞിറങ്ങിയില്ലേ, ഇനി കുളിച്ചു കയറാം. ഏതായാലും ഞാൻ പറഞ്ഞതില് ഏതെങ്കിലും ഒരുത്തം വരാതിരിക്കില്ല. അത്ര സിമ്പിളിലെ ഞാൻ പറഞ്ഞിരിക്കുന്നു. പിന്നെ 50 രൂപ അല്ല 100 രൂപ കിട്ടുന്ന കാര്യം കണ്ട് ആരെങ്കിലും വരാതിരിക്കും? നിന്റെ വാക്കും കേട്ട് വിശ്വസിച്ചിരുന്ന തന്ത പോയിട്ടൊരു മൊന്ത പോലും വരില്ല. പെണ്ണുകൊണ്ടിന്റെ പാട്ടിന് പോകും. ഞാൻ എന്ത് ചെയ്യണം ഓളസേ? ധൈര്യമായിട്ട് തന്നെ പോലെ കാണാൻ കൊള്ളാവുന്ന ഒരു ചെറുപ്പക്കാരന് തന്തയില്ലെന്ന് പറഞ്ഞ നാണക്കെടൻ. നല്ല അന്തസ്സുള്ള ഒരു തന്തെ ഞാൻ കൊണ്ടുവരും. ആരാ? അപ്പം തിന്നാ പോരെ, കുഴി എന്നണോ? കൊള്ളാം, പെണ്ണിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇവന്റെ ഒരു തന്ത എന്ന നിലയ്ക്ക് എനിക്ക് മോളോട് ചിലത് പറയാനുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു പയ്യനും 29 വയസ്സ് തികയാതെ കല്യാണം നടന്നിട്ടില്ല. 29 വയസ്സും 29 ദിവസവും കഴിഞ്ഞ് 29 മണിക്കൂറും 29 മിനിറ്റും 29 സെക്കൻഡും ആവുമ്പോൾ പെണ്ണിന്റെ കഴുത്തിൽ കറക്റ്റായിട്ട് താലി കയറും. അതിന് എത്ര നാളുണ്ട്? കഷ്ടിച്ച് 1.5 വർഷം വരും. ഇപ്പൊ തന്നെ വേണമെങ്കിൽ അതിനുള്ള അറേഞ്ച്മെന്റ്സ് നടത്താം. ശരി, ഞാൻ വരട്ടെ. രാവിലെ മന്ത്രി ഒന്ന് കാണാൻ ഇറങ്ങിയതാ. അതിനിടയിൽ എവന്റെ നിർബന്ധം കാരണം കുട്ടിയെ വന്നത് കണ്ടിട്ട് പോകാന്ന് വെച്ചു. ഡോൺ വറി, എല്ലാം നടക്കേണ്ട സമയത്ത് നടക്കും, ഇല്ലെങ്കിൽ ഞാൻ നടത്തും. മോനെ, മക്കളെ, ഞാൻ താമസിച്ചു പോയാടാ. അച്ഛൻ അച്ഛൻ താമസിച്ച എവിടേക്ക് നോക്കി അച്ഛനെ? അയ്യോ, വരില്ലെന്നുള്ള പുല്ലേ. എന്നിട്ട് ഞാൻ കാരണം ഒരു ജീവിതം തകരരുത്. താൻ കാരണം എല്ലാം തകരാൻ പോകും. മോനെ, നിന്നെ കണ്ടിട്ട് എത്ര നാളായി? നിന്റെ കല്യാണം ഇപ്പൊ നടത്തണം. എന്റെ മകനെ കയറി മകനെ എന്ന് വിളിക്കാൻ നീ എവിടാ? എന്റെ അച്ഛനെ തല്ലരുത്. അദ്ദേഹം അല്പം മദ്യപിച്ചു എന്ന് കരുതി സ്വന്തം മകനെ തിരിച്ചറിയാൻ കഴിവില്ലാത്ത മദ്യത്തന്ത. അച്ഛൻ ചളാക്കരുത്. പ്ലീസ് കൂൾ ഡൗൺ ഡാഡി. യുവർ ഹാർട്ട് ബീറ്റ്. നിന്റെ വേല മനസ്സിരിക്കട്ടെ. കിട്ടാതെ ഞാൻ പോകത്തില്ല. എന്റെ മോനെവിടെ? മോനെ, മരുമോളെവിടെ? അയ്യോ, ഭ്രാന്തോ? എന്റെ തന്തയ്ക്കാണോ ഭ്രാന്ത്? മര്യാദക്ക് നീ പറഞ്ഞു രൂപ. പരസ്പര വിരുദ്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. രൂപ രൂപ. പരസ്പര വിരുദ്ധമില്ല. ഇന്നലെ വൈകുന്നേരം ഇവൻ എന്റെ കടയിലെന്ന് പറഞ്ഞു ഒരു വേഷം. മകനെ ഞാൻ അച്ഛോ, നിങ്ങളുടെ അനുഗ്രഹിക്കച്ചോ. അനുഗ്രഹിക്കുക മാത്രമല്ല, നിങ്ങളുടെ കല്യാണം നടത്തി തരാൻ കൂടിയാണ് നിന്റെ അച്ഛനായി ഞാൻ വന്നത്. എന്റെ മാത്രം അച്ഛനല്ല അച്ഛോ, ഈ ഇടവകയിലെ എല്ലാവരുടെ അച്ഛനാണ് അച്ഛോ. അച്ഛൻ എന്നെ അനുഗ്രഹിക്കച്ചോ, ഈ കൊച്ചിനെ അനുഗ്രഹിക്കച്ചോ. അച്ഛോ, 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 പള്ളിയിലെ മണി കത്തിയച്ചോ. അച്ഛാ, മണി വാച്ചോ. എടാ, എപ്പോഴാ കല്യാണം? കല്യാണോ? പൊണ്ണങ്ക എപ്പത്താ തിരുമണം? എടാ, എപ്പോഴാ കല്യാണം? എടാന്നോ? ഒരാൾക്ക് തിരുമണം, ഒരാൾ എടാന്ന്, പിന്നെ മകനെ എടാന്ന് വിളിച്ചൂടെ? അസംബന്ധം പറയരുത്. In these days of degenerating decencies, when diplomacy and duplicity fails, and this hemoglobins, when India, Mother India. Elena, take away Daddy to his room. This is a very critical position. Take him. Daddy, relax, Daddy. എന്താ നോക്കിക്കണ പൊയ്ക്കൂടെ? കാശോടെ? എന്നെ പേച്ച് കാശ് ഓടിയാ റോഡ് വെക്കാൻ ഉങ്കല്ലേ വീഴും. എല്ലാം ബാക്ക് ആയില്ല. അപരാഹ്നത്തിന്റെ അനന്ത പഥങ്ങളിൽ ആകാശ നീലിമയിൽ അവൻ നടന്നകന്നു. ഭീമനും യുധിഷ്ഠിരനും ബീഡി വലിച്ചു. സീതയുടെ മാറുപിളർന്ന് രക്തം കുടിച്ചു ദുര്യോധനൻ. ഗുരുവായൂരപ്പന് ജലദോഷമായിരുന്നു അന്ന്. അമ്പലത്തിന്റെ അകാൽ വിളക്കുകൾ തെളിയുന്ന സന്ധ്യയിൽ അവൾ അവനോട് ചോദിച്ചു, ഇനിയും നീ ഇതുവഴി വരില്ലേ
ആനകളെയും തെളിച്ചുകൊണ്ട്. എങ്ങനുണ്ട്? നിന്റെ തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഇല്ല. പിന്നെ എന്താ അതിന്റെ അർത്ഥം? സാർ ആധുനികമേ പബ്ലിഷ് ചെയ്യൂ എന്ന് പറഞ്ഞതുകൊണ്ട് സ്വപ്പ കഞ്ചാവ് അടിച്ചുകൊണ്ട് എഴുതിയതാ. കഴിഞ്ഞ തവണ പറഞ്ഞ അതേ ബോംബ് കഥ തന്നെ, സ്റ്റൈല് മാറിയപ്പോ ഇങ്ങനെ ആയിപ്പോയി. എടാ മരമണ്ടം കഴുതേ, ദോ നിനക്ക് പറ്റിയ പണി എന്താണെന്ന് ഞാൻ പറയാം. ഇതല്ലേ എനിക്കറിയാം. പക്ഷെ അവന്മാർക്ക് ഇപ്പൊ യൂണിയൻ ഉണ്ട്. അതുകൊണ്ട് അതേ സ്റ്റാറ്റസ് ഉള്ള വേറൊരു പണി ഞാൻ നോക്കി. ഒന്നുകിൽ ഒരു എഡിറ്റർ ആകുക, ഇല്ലെങ്കിൽ ഒരു സാഹിത്യകാരനാകുക. അതൊന്നുമല്ല ഞാൻ പറയാൻ വന്നത്. നീ കോമഡി എഴുതണം, മറ്റൊന്നും വേണ്ട. നിനക്ക് പറ്റിയ അബദ്ധങ്ങൾ മാത്രം കുറിച്ചിട്ടാ മതി. അത് തന്നെ ധാരാളം ഉണ്ടല്ലോ. അതെങ്ങനെ ഒരു കഥയാകും? ഹാസ്യത്തിന് കഥ വേണ്ട, സിറ്റുവേഷൻ മാത്രം മതി. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇല്ലാത്തൊരു ന്യൂസ് ഒരു ചുറ്റുപാടിൽ ഇല്ലാത്ത ഒരാളെ കുറിച്ച് പ്രസിദ്ധീകരിച്ചു എന്ന് വിചാരിക്കാം. അയാൾ ശരിക്കും ഉണ്ടായി. അയ്യോ, അതെങ്ങനെ? അങ്ങനെ സംഭവിച്ചു എന്ന് സങ്കല്പിക്കുക. അയാൾ എന്നോട് എങ്ങനെ പെരുമാറും? അത് പറയാൻ പറ്റില്ല. ആളിന്റെ സ്വഭാവം പോലെ ഇരിക്കും. ആ പെരുമാറ്റമാണ് കോമഡി. നീ ഒന്ന് അയാൾ എന്നോട് എങ്ങനെ പെരുമാറും എന്ന് ഊഹിച്ചു പറ, നിനക്ക് കോമഡി മനസ്സിലാവും. അത് തുണയുണ്ടെങ്കിൽ ഇറങ്ങി വരിക. 8 വീട്ടിൽ ലാഭമുള്ള ഏതോടെയാ മായവെന്നപ്പെടുത്തിയത്? നിന്റെ പത്രം ഞാൻ അവസാനിപ്പിക്കൂടാ. എടാ, ഇതിനകത്ത് ചങ്കരപ്പുള്ള ഒരു ചെറ്റ ഇരിപ്പില്ലടാ. ഉണ്ടെങ്കിൽ ഇറങ്ങി വരിക. കുത്തും കൊലയും ജയിലും ഒന്നും എനിക്ക് പുത്തരികളാൻ നാറികളെ എല്ലാത്തിനും ഞാൻ ബോംബിട്ട് നശിപ്പിക്കും. ഞാൻ കൊലമരത്തിൽ കയറുവിടാ. ഇറങ്ങി വരണോ അവ ഞാൻ അങ്ങോട്ട് വരണോ? ആരുടെ ഇവിടെ ചാടുന്നത്? ഇപ്പൊ ഒരു കുത്തു കേസ് ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. പേര് 8 വീട്ടിൽ രാമപിള്ള. 8 വീട്ടില് രാമപിള്ള. മാനവും മര്യാദയ്ക്ക് മനുഷ്യൻ ജീവിക്കാൻ സമ്മതിക്കില്ല. അയ്യോ, തല്ലല്ലേ? ഞാൻ പറയുന്നത് കേക്ക്. ഞാനല്ലേ എഴുതി. ഇനി ആരാ? ഉടുപ്പേന്ന് വിടെ. ചീഫ് ഉടുപ്പേന്ന് വിടെ. ഞാൻ കാണിച്ചു തരാം. വന്നത് എടാ, നീയാണോ ചീപ്പ് എടുത്തത്? അയ്യോ, ഞാനല്ല. കസേരയിലിരിക്കുന്ന എന്റെ രാമോരെ. പന്ന റാസ്കളെ, നീ എന്നെ പറ്റി അനാവശ്യം. നീ നിന്റെ ഒരു പത്രം നിന്നെ ശരിയാക്കുന്നു. മേലിൽ ആരപ്പറ്റേന് അനാവശ്യമായ ന്യൂസ് എഴുതിയ കൈയും കാലും വേണ്ടി ദൂരെ കഴിഞ്ഞാൽ പറഞ്ഞേക്കാം. ആകാരത്തിന് വല്ല അംഗഭംഗവും സംഭവിച്ചോ സാർ? ഇപ്പൊ പിടികിട്ടി എന്താണ് കോമഡി. വിത്തിൻ 2 weeks കഥ റെഡി. ഇതാ ഒരു നീണ്ട കഥ. നീണ്ട 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 കഥ. ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ, ഇതാ പിടിച്ചോ. എന്തോ ഇത്? ഒരു നീണ്ട കഥ. മണ്ണിൽ വിരിഞ്ഞ പൂക്കൾ വാടിയപ്പോൾ ബൈ OP ഒളശ ഒളശ PO. തിരിച്ചിട്ടാൽ മറിച്ചിട്ടാൽ ഒളശ. ഇത് വായിച്ചാൽ പെണ്ണുങ്ങൾ കരയും, ആണുങ്ങൾക്ക് കലി വരും, കുട്ടികൾ ചിരിക്കും, സിനിമാക്കാർ വായിക്കും, കാശി തന്ന് വാങ്ങിക്കും. എന്താ ഇതിന്റെ കഥ? ഒരച്ഛൻ, ഒരമ്മ, 2 കൊച്ചു കുഞ്ഞുങ്ങൾ, ഒരു കൊച്ചു കുടുംബം, സംതൃപ്തമായ കുടുംബം. രാത്രി 12 മണി, നിശ്ചലമായ നിശ, എങ്ങും കനത്ത നിശബ്ദത. അതാ ഇരുട്ടിൽ നിന്നും ഒരാൾ പ്രത്യക്ഷപ്പെടുന്നു. പ്രത്യക്ഷപ്പെട്ട് 1 ബോംബ്, 2 ബോംബ്, 3 ബോംബ്, നിർത്തറയുമ്പോക്കി തോന്നി ദിവസം കാണിക്കാൻ നിന്റെ പറവു ചന്തെന്ന് വിചാരിച്ചോ? അയ്യോ, സാറിനെ ഒന്ന് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയായിരുന്നു. കുട്ടികൾ 2 ഓടി. അച്ഛനും അമ്മയും മരിച്ചു. ഓട്ടത്തിനിടയിൽ അവർ വേർപിരിയുന്നു. സെന്റിമെന്റ്. ഓട്ടത്തിനിടയിൽ അവർ പാട്ടിൽ വലുതാവുന്നു. വില്ലനെ കണ്ടുമുട്ടുന്നു. പ്രതികാരം തീർക്കുന്നു. ചേട്ടനും അനിയനും ഒന്നിക്കുന്നു. ഒരാളുടെ കാമുകിക്ക് വേണമെങ്കിൽ ക്യാൻസറോ സ്വൽപ്പ കിഡ്നി ട്രബിളോ ആകാം. അതിനൊരു സൈഡ് ട്രാക്ക് വേറെ ചേർത്തിട്ടുണ്ട്. തീർന്നോ? വേണമെങ്കിൽ കുറച്ച് ഇലാബറേറ്റ് ആയിട്ട് പറയാം. ഇനി ഒരക്ഷരം മിണ്ടിയ നിന്റെ കിഡ്നി ഞാൻ തീർക്കും. എന്നിട്ട് വേണം
ഇങ്ങനെയുള്ള ചീപ്പ് കഥകളൊന്നും ഞാൻ പ്രസിദ്ധീകരിക്കില്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്റെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം, MTE ദാമോദരൻ. മഹാനായ ടൈം എഡിറ്റർ ദാമോദരൻ. മഹാതെണ്ടി എരപ്പാളി ദാമോദരൻ എന്നും പറയും. നിന്റെ തന്ത പറയും. പുള്ളിക്കാരൻ പറയും. നല്ല വിവരമുള്ളവനായിരുന്നാ നാട്ടുകാർ പറയുന്നത്. നാട്ടുകാർ പറഞ്ഞു കേട്ട അറിവല്ലേ നിനക്കുള്ളൂ. നിന്റെ തള്ളയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മനുഷ്യനെ വെനക്കെടുത്താതെ പോടാ. പോകാം. സാർ ഏത് തരത്തിലുള്ള കഥകളാ പബ്ലിഷ് ചെയ്യുക? ആധുനിക സാഹിത്യ സൃഷ്ടികൾ, അല്ലെങ്കിൽ ശുദ്ധഹാസ്യം. അതുമല്ല കുറച്ചുകൂടെ കിഴിപ്പോട്ട് ഇറങ്ങുകയാണെങ്കിൽ നമ്മുടെ എന്റെ ഇന്നലകൾ പോലെയുള്ള സാധനങ്ങൾ. നിന്റെ ചുളുവരട്ട് പണികളൊന്നും എന്റെ അടുത്ത് എടുക്കണ്ട. ഇപ്പോൾ ഞാൻ പോകുന്നു, പക്ഷെ പൂർവാധികം ശക്തിയോടെ ഈ OP വളച്ച തിരിച്ചു വരും. ആ ഏറുപടക്കം കൊണ്ട് ഇതിനകത്തേക്ക് കയറിയേക്കരുത്. കാറ് പോവോ? പിന്നെ കാണാനാ നിർത്തിയിരിക്കുന്നത്. എന്നാ പോട്ടെ. അതെ, അങ്ങനെ ചുമ്മാ പോട്ടെന്ന് പറഞ്ഞാലൊന്നും പോകത്തില്ല. ആർക്ക് പോണം, എവിടെ പോണം, എന്തിനു പോണം, എത്ര ബഡ്ജറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ സൗകര്യം ഉണ്ടെങ്കിൽ വരും. എന്താ ഇത് തകരം കൊണ്ടാണോ സ്വർണം കൊണ്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നേ? എന്തുകൊണ്ട് ഉണ്ടാക്കിയാലും താൻ ഇതിനകത്ത് കാണുന്ന ഇവിടെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഈ ചക്കടാ വണ്ടിയുടെ വളയം പിടിച്ചപ്പോ നിനക്കൊക്കെ ഈ പോസ്. എടാ കഴിവറ മോനെ, നീ ഇവിടെ വാ. ശ്യാമവിടെ അളിയാ, ഞാനേ ഒരു ചെടി നട്ടു. എന്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ഞാനതിന് വെള്ളവും വളവും നൽകി. വല്ല പശുക്കളോ ആടുകളോ അത് തിന്നാതിരിക്കാൻ ഞാൻ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നു. എന്റെ ചെടി വളർന്നു, പൂത്തു, കാച്ചു. ഒരു സുപ്രഭാതത്തിൽ ഒരു അലവലാതി വന്ന കാവറിക്കാൻ ശ്രമിച്ചാൽ ഞാൻ വിടണോടാ? വിടലിയാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ എന്റെ എന്നാ തല്ലെങ്കിൽ തല്ലു. ഞാൻ ഇത് കൊല്ലോടാ, കൊല്ലോടാ. മോളെ, ഇവിടെ ഡാൻസ് പ്രാക്ടീസ് നടക്കാണ്. ഞാൻ പോയി കിടന്നു. എന്നിട്ട് അവരൊന്നും ജീവിച്ചു. അയ്യോ, എവിടെ പോകുന്നു? ആ മുറിയിൽ ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല. എനിക്ക് കുളിക്കണം. അയ്യോ, അത് പറ്റില്ല. കാരണം അത് പിന്നെ ഇവന് കുളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു? നീ പറഞ്ഞു. നീ മറന്നായിരിക്കും. ആദ്യം കുളിക്കേണ്ടവർ ആദ്യം കുളിക്കട്ടെ, അല്ലെങ്കിൽ ഇത് ഈ വീട്ടൊരു ശാപമാണ്. ഈ വീട്ടിലെ സമാധാനം നഷ്ടപ്പെടും. അതെനിക്ക് ഇഷ്ടമല്ല. അല്ലെ? എനിക്ക് അങ്ങനെ ചില വിശ്വാസങ്ങളുണ്ട്. സത്യമായിട്ടും അല്ലേ? അതെ അതെ അതെ. പിന്നെ ഡിക്കമ്മയുടെ മുറി പോയി കുളിച്ചോ. പോ. നീ തലക്കുടി തലക്ക് പിടിക്കാൻ എന്നെയല്ല തലക്ക് പിടിക്കാം. നീ കാലി പിടി. അവിടെ
അയ്യോ ഐ ലവ് യു. ഐ ടു. ആ മുറിയിൽ ഫാൻ കറങ്ങുന്നില്ല. ഞാൻ ഈ മുറിയിൽ വന്ന് കിടന്നോളാം. സോറി ലീല, ഈ മുറിക്കകത്ത് ഡിക്കമായി കിടക്കാം. ദേ എന്നെ വിളിച്ചോ? ഡിക്കമായി ഈ മുറിയിലാണെന്ന് പറഞ്ഞിട്ട് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞോ? അല്ല നീ കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചില്ല. അവനോട്ട് ശ്രദ്ധിച്ചിട്ടുമില്ല, ഞാൻ ഒട്ട് പറഞ്ഞിട്ടുമില്ല. പറഞ്ഞു. പറഞ്ഞു ചിലപ്പോ ഡിക്കമ്മായിക്ക് ഈ മുറി കിടക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അതവര് പറഞ്ഞാൽ നമുക്ക് കിടത്താതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഡിക്കമ്മയ്യ എലിനയുടെ ചെവിയുടെ കുഴപ്പമായിരിക്കും. നോൺസെൻസ്. ഓക്കെ, ഫാൻ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വേണ്ട. ദേ കുറച്ച് ഐസ് വാട്ടർ വേണം. വെക്കുമ്പോ നിങ്ങൾക്ക് എന്ത് പറ്റി? കുറെ നേരം ആയല്ലോ. കെട്ടിപ്പിടിക്കുന്നു, ഡാൻസ് കളിക്കുന്നു. തലയ്ക്ക് വല്ല അസുഖമുണ്ടോ? ഞങ്ങൾ അങ്ങനെ അല്ല അളയാ. ഓ മറന്നു. കൊച്ചേ, മിൽക്ക് ഇസ് റെഡി. കുടിച്ചിട്ട് പോ. ഐ എം സോറി. അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞുപോയി. ക്ഷമിക്കണം. അയച്ചു. അളിയ ഗുഡ് ബൈ. നീ എവിടെ പോന്നു? നിനക്ക് തല്ലി മതിയായെങ്കിൽ ഞാൻ പോന്നു. മതിയായി അളിയ, മതിയായി. ഈ ലോകത്തൊരു നരകമുണ്ടെങ്കിൽ അത് ഇതാണ്, ഇതാണ്, ഇതാണ്. ഇന്നത്തെ നരകം നാളത്തെ സ്വർഗമാണ് അളിയ. നിത്യാബോധങ്ങളെ ഗുഡ് ബൈ. ഇവിടെ ഈ നടുക്കടലിൽ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ നിന്നെ പോകാൻ സമ്മതിക്കൂല. എന്നാലൊരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് കൊല്ല്. അതായിരിക്കും ഇതിനും ഭേദം. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. എല്ലാം കലങ്ങി തെളിയും. നാളെ കാലത്ത് എല്ലാം പിരിയും. പിന്നെ കടൽ ശാന്തം. എലീന നിനക്ക്, പത്മേന്ദു എനിക്ക്. കോംപ്രമൈസ്? ഓക്കെ? ഉറപ്പാണോ? എന്റെ അച്ഛനാണ് സത്യം. ഹലോ ഹലോ. പതുക്കെ, മറ്റുള്ളവർ കേൾക്കും. മറ്റുള്ളവരോ? ഇവിടെ നമ്മൾ 3 പേരല്ലേ ഉള്ളൂ. അല്ല, നമ്മളിപ്പോ ഇവിടെ 3 ഉള്ളൂ. എന്നാലും അവിടെ അടുത്ത ഫ്ലാറ്റിലുള്ളവർ കേൾക്കണ്ടല്ലോ. രാത്രിയില് ഞാൻ ശ്യാമിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ശ്യാമിന് എന്നോട് അശേഷം ആത്മാർത്ഥയില്ലെന്ന് മനസ്സിലായത് കൊണ്ട് പറഞ്ഞു പോയതാണ്. ക്ഷമിക്കില്ലേ? അത് പിന്നെ സംശയമുണ്ടോ? ഞാനത് അപ്പോഴേ ക്ഷമിച്ചില്ലേ? യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ ഇൻ ദിസ് ഫൈൻ മോർണിംഗ്. താങ്ക് യു. ആരേത്? ആരേത്? നിങ്ങൾ തമ്മില് പരിചയമില്ലല്ലേ? അല്ല, കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാ. ഫ്ലൈറ്റിന് സമയം. ഞങ്ങൾ വരട്ടെ. ശ്യാം, പരിചയപ്പെടുത്തുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? അത് ഞാൻ മറന്നു. ഇത് പത്മ സുബ്രഹ്മണ്യം. ഞങ്ങൾ വരട്ടെ. പരിചയപ്പെടുത്തൽ പൂർണ്ണമായില്ല. പത്മ സുബ്രഹ്മണ്യം ഈ വീടിനകത്ത് എങ്ങനെ എത്തിപ്പെട്ടു എന്നാ ചോദിച്ചത്. ഇവിടെ അത് പറയാൻ മറന്നു. പത്മ ഒരു എയറോസ്റ്റസ് ആണ്. എന്ത് അത്ഭുതമാണെന്ന് നോക്കിക്കോളെ. അല്ല് കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എയറോസ്റ്റസ്. നിങ്ങൾ ഈ മുറിയിൽ എന്ത് ചെയ്യായിരുന്നു? ഞാൻ എന്റെ യൂണിഫോം ധരിക്കായിരുന്നു.
അതെ അതെ, എയർ ഹോസ്റ്റസ് ആണെങ്കിൽ യൂണിഫോം വേണമല്ലോ. ഇപ്പൊ ക്ലാർക്കോ ബാങ്കിലോ ജോലിക്കാരാണെങ്കിൽ യൂണിഫോം വേണ്ടല്ലോ അല്ലേ? അതെ അതെ അതെ, പത്മയ്ക്ക് ഫ്ലൈറ്റിന് സമയമായി. അനിലിനെ കുട്ടി പരിചയമുണ്ടോ? ഉണ്ടല്ലോ. ഇവർ ഈ വീട്ടിൽ എന്തിനു വന്നു? അനിലിന് ഇങ്ങനെ ഒരു കാമുകനുണ്ടെന്ന് നേരത്തെ പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നതും പ്രേമിക്കുന്നതും വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നതും. എവിടെ വെച്ച് പരിചയപ്പെട്ടു? അവിടെ വെച്ച് ഇവിടെ വെച്ച് തന്നെ. ശ്യാമം ഈ പെൺകുട്ടിയായിട്ട് എന്താണ് ബന്ധം? ശ്യാം, പോകുന്നതിന് മുൻപ് എന്റെ ചോദ്യത്തിന് മറുപടി പറയണം. ശ്യാം എന്തുകൊണ്ട് ഈ കുട്ടിയെ വ്യക്തമായി എനിക്ക് പരിചയപ്പെടുത്തി തന്നില്ല? എന്റെ ഭാഗവരനാണ് ശ്യാം. ശ്യാം എന്ന് മുതലാണ് നിങ്ങളുടെ ഭാഗവരനായത്. ഒത്തിരി നാളായല്ലോ. ഓഹോ, മിസ് പത്മ, ഒത്തിരി നാളായി നിങ്ങളുടെ ഭാഗവരനായി കഴിയുന്ന ശ്യാമിന്റെ ഭാവി വധുവായിരുന്നു ഇന്നലെ വരെ ഞാൻ. അതെ, പിന്നെ ഇവിടെ എന്റെ കാമുകയായിരുന്നു. പക്ഷേ ഞാൻ നിന്റെ കാമുകനായിരുന്നു. രണ്ടും ഒന്ന് തന്നെയാ. അതെ, പിന്നെ ഇവൾ പിന്നെ അനിലിന്റെ കാമുകിയായപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഇന്നലെ മാത്രം പരിചയപ്പെട്ടവരാണ്. ഈ പരിചയപ്പെട്ട ഇന്നലെ ആണെങ്കിലും പ്രേമം തുടങ്ങിയിട്ട് കുറച്ച് നാളായി. അതാണല്ലോ പ്രശ്നം. അതെ, അത് ശരി, രണ്ടുപേരും കൂടെ ചേർന്നുള്ള ഒത്തുകളിയാണല്ലേ? അനിലിനെ എലീനെ കല്യാണം കഴിച്ചോളൂ. എന്നെ വഞ്ചിച്ച ഒരു പെൺകുട്ടിയാണെങ്കിലും ഞാൻ മാപ്പ് തന്നിരിക്കും. ഒരേ സമയത്ത് നമ്മുടെ രണ്ടുപേരുടെയും കാമുകനായിരുന്നു ഈ വിരുദ്ധൻ. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. ഇപ്പോ പത്മ എന്റേത് മാത്രമാണ്, എലീന അനിലിന്റെ മാത്രമാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഒരൊറ്റ പെൺകുട്ടിക്ക് പോലും കടന്നു വരാൻ സാധ്യമല്ല. ഞങ്ങൾക്ക് മാപ്പ് തന്ന് ഞങ്ങളോട് ജീവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇന്നും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു, ആത്മാർത്ഥമായി, നിങ്ങൾ മാത്രം. സത്യം, സത്യം. ശ്യാം, എന്താ ഇത്? ആരാ ഇതൊക്കെ? എന്നാ പിന്നെ ഞാനും കൂടെ വരണ്ട. അങ്ങനെ കഥയുടെ ക്ലൈമാക്സും തുടങ്ങി.